കഴിഞ്ഞപ്പോ സൽമാൻ തങ്ങളും ഉമർ തങ്ങളും അതാ വീക്ഷിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരു ഗുഹയുടെ മുഖത്ത്, ഒരു ഗുഹയുടെ വാതിലിലതാ മുടിയെല്ലാം നീട്ടി വളർത്തിയതായ ഒരു ചെറുപ്പക്കാരന്, മുടിയെല്ലാം നീട്ടി വളർത്തിയതായ ഒരു ചെറുപ്പക്കാരന് നിലവിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, അല്ലാ അല്ലാ. ഹറാമ് കണ്ട കണ്ണുകളാണ് റബ്ബേ, എനിക്ക് പാവങ്ങൾ പൊറുക്കുമോ? ഈ കണ്ട കണ്ണുകൾ കൊണ്ട് എന്റെ അല്ലാഹനെ എനിക്ക് കാണാൻ കഴിയോ? സഹോദരങ്ങളെ, അതാണ് പറയുന്നത്. ഒരു മനുഷ്യൻ നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ വല്ലാതെ കുറ്റം പറയരുത്, നിങ്ങൾ പരിഹസിക്കരുത്. ആ മനുഷ്യന്റെ തൗബ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു കാര്യമാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പേരിൽ നീ പരിഹസിച്ചു കഴിഞ്ഞാൽ മോളെ നീയാണ് അതിലും വലിയ തെറ്റുകാരി, പൊന്നു മോനെ നീയാണ് അതിലും വലിയ തെറ്റുകാരന്. ആ തെറ്റ് ചെയ്ത പെണ്ണാകട്ടെ ആണാകട്ടെ അല്ലാഹുവിന്റെ ദർബാറിലോട്ട് കരങ്ങൾ നീട്ടി ദുആ ചെയ്താൽ അല്ലാഹു എത്രയോ വലിയ കരുണയുള്ളവനാണ്, പടച്ചോൻ എത്രയോ വലിയ കരുണയുള്ളവനാണ്. തൂബൂ ഇലല്ലാഹി ജമീഅ. അങ്ങനെ ഗുഹയുടെ മുഖത്ത് നിന്നും അതാ മുഖമെല്ലാം കാണാൻ കഴിയുന്നില്ല, മുടികളെല്ലാം നീട്ടി വളർത്തിയതായ ആ ചെറുപ്പക്കാരനായ ആ സ്വഹാബിയതാ ഉമർ തങ്ങൾ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ദീവായ പ്രവാചകൻ വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിക്കുകയാണ്. ഈ സ്വഹാബി പറഞ്ഞു, വേണ്ട, എന്നെ നിങ്ങളെ വിളിക്കണ്ട, എന്നെ നിങ്ങൾ കൂട്ടണ്ട, എന്നെ നിങ്ങൾ വിളിക്കല്ലേ, ഞാൻ മദീനയിൽ വരൂല, ഞാൻ മദീനയിൽ കടന്നു വരൂല. എന്റെ കണ്ണാണെങ്കിലോ ഹറാമ് കണ്ട കണ്ണാണ്, എന്റെ കണ്ണാണെങ്കിലോ ഹറാമ് കണ്ട കണ്ണാണ്. സഹോദരങ്ങളെ, മോമിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു കഴിഞ്ഞാൽ പോകണമെന്നാണല്ലോ. ഉമർ തങ്ങളോട് പറയുകയാണ്, എന്നെ നിങ്ങൾ വലിച്ചു കൊണ്ടുപോ, എന്റെ കാലുകൾ ഈ മദീനയുടെ മണൽത്തരികളിലൂടെ വലിച്ചെഴിഞ്ഞു കൊണ്ടുവരണമെന്ന് പറയുമ്പോ ഈ സാലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്നതായ ചെറുപ്പക്കാരനായ സ്വഹാബിയെ അതാ വലിച്ചു കൊണ്ടുപോകുകയാണ്. മദീനയിൽ എത്തിയപ്പോ പുണ്യപ്രവാചകൻ നമസ്കാരത്തിന് വേണ്ടി പോകുകയാണ്. ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു, ഹയ്യാലസ് സ്വലാ ഹയ്യാലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാ ഖദ് ഖാമത്തിസ് സ്വലാഹ്. കാമത്ത് കൊടുത്തു പ്രവാചകനതാ കൈകൾ കെട്ടുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവൻഖുസ് മിൻഹു ഖലീലാ. നരകത്തിന്റെ ശിക്ഷകളെ ഓർമ്മിപ്പിക്കുന്നതായ ഇന്നലദൈനാ അൻകാലൗ ജഹീമാ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. നരകത്തിനെ കുറിച്ച് കേൾക്കുന്നതായ ആയത്തുകൾ കേട്ടപ്പോ ബോധരഹിതനാകുകയാണ്, ബോധം പോവുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഫിത്ന പറയാൻ നമുക്കൊരു ഒഴിവുമില്ല, ആരെങ്കിലും കുറവ് പറയാൻ നമുക്ക് ഒഴിവില്ല, കുറ്റങ്ങൾ പറയാൻ നമുക്ക് ഒഴിവില്ല. എന്റെ പെങ്ങളെ ശ്രദ്ധിക്കണേ, നമസ്കാരത്തിൽ അതാ കൊഴിഞ്ഞു വീഴുകയാണ്. നമസ്കാരത്തിന് ശേഷം പുണ്യപ്രവാചകന്റെ പരിശുദ്ധമായ തലയിൽ മടിയിൽ തല വെച്ചുകൊണ്ട് പറയുകയാണ്,
യാ റസൂലല്ലാഹ്, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? എന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുക്കുമോ എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, നിസ്സാരം ഒരു പെണ്ണിനെ അപമര്യാദയായിട്ട് കണ്ടതിന്റെ പേരിലല്ലയോ ഞാനും നിങ്ങളും എത്രയോ തെറ്റുകൾ ചെയ്യുകയാണ്, ഞാനും നിങ്ങളും എത്രയോ ഹറാമുകൾ ചെയ്യുകയാണ്. അല്ലാഹുവേ നീ പുറത്തു തരണേ അല്ലാഹ്, പടച്ചോനെ നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. ആദം എന്ന് പറയുന്നതായ മഹാനായ അബുൽ ബശർ ആദം നബിയുടെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, ഏറ്റവും നന്മയുള്ള തെറ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ തൗബ ചെയ്യുന്നവനാണ്, അല്ലാഹുവോട് കരങ്ങൾ നീട്ടി ദുആ ചെയ്യുന്നവനാണ്. പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലോട്ട് ആഗ്രഹിക്കുന്നവനാണെന്ന് ഹബീബുനാ ശഫീഉന